നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യനാണ് ബേസിസിറ്റി ഓഫ് പൈറോൾ ഓർ പിരിഡ്. ഒന്നുകിൽ പൈറോളിൻ്റെ അല്ലെങ്കിൽ പിരിഡിൻ്റെ അല്ല ചില പേപ്പേഴ്സിൽ രണ്ടിൻ്റെയും ബേസിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ബേസിറ്റിന്ന് ജനറലായിട്ട് ചോദിച്ചാൽ അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഓൺ ബേസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞിരുന്നത്. നിങ്ങളിവിടെ ഒരേ ഒരു കാര്യം മാത്രമേ പഠിക്കണ്ടൂ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ബേസിസിറ്റി ഇൻക്രീസ് ചെയ്യും. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ മുമ്പത്തെ സെമിസ്റ്ററിൽ പഠിച്ചതാണ്. സോ ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ബേസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് എന്ത് മനസ്സിലാക്കാം? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ബേസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആദ്യം നമ്മളിവിടെ ഒരൊറ്റ സെൻറ്റൻസ് പഠിക്കുന്നുള്ളൂ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേതിന്. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിനും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനും ഓരോ എക്സാമ്പിൾസ് ഓർമ്മിച്ച് വെക്കുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ മീഥൈൽ, ഈഥൈൽ ഇതിലേതെങ്കിലും ഒന്ന്. മീഥൈൽ ഗ്രൂപ്പിന് ഓർമ്മിച്ച് വെക്കുക, അതിലെല്ലാവർക്കും എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന. ദെൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിലോ നൈട്രോ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ഇതിൽ നിങ്ങൾ നൈട്രോ ഗ്രൂപ്പിന് ഓർമ്മിച്ച് വെക്കുക. ഇനി പൈറോളിൻ്റെ കേസിൽ ഇതാണ് പൈറോള്. അതിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ അതിൻ്റെ ബേസിറ്റി കൂടും. സോ പൈറോളിനേക്കാളും ബേസിക് ആയിരിക്കും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വന്നാൽ. സോ ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അത് പൈറോളിൻ്റെ തേർഡ് പൊസിഷനിലാണ് വന്നത്. സോ ഇതിൻ്റെ പേരെന്താണ്? 3-മീഥൈൽ പൈറോൾ. 3-മീഥൈൽ പൈറോൾ. ഇത് പൈറോളാണ്. പൈറോളിനേക്കാളും കൂടുതൽ ബേസിക് ആയിരിക്കും 3-മീഥൈൽ പൈറോൾ, കാരണം ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു. ഇനി പൈറോളിനേക്കാളും ലെസ് ബേസിക് ആയിരിക്കും 3-നൈട്രോ പൈറോൾ. പൈറോളിൻ്റെ തേർഡ് പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വന്ന്. ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. സോ ഇത് ലെസ് ബേസിക് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ അവിടെ എഴുതി വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ തേർഡ് പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ കേസിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ കേസിലും തേർഡ് പൊസിഷൻ തന്നെ എഴുതണം. ഇനി പീരീഡിന് എക്സാമ്പിൾ എഴുതുമ്പോൾ സിമിലറായിട്ട് എഴുതാം. നമ്മളിവിടെ 4th പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് പിരിഡിനാണ്. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്ന് മീഥൈൽ ഗ്രൂപ്പ് വന്ന പിരിഡിൻ 4th പൊസിഷനിൽ. അപ്പോൾ ഇത് 4-മീഥൈൽ പിരിഡിൻ. ഇതാണെങ്കിലോ 4-നൈട്രോ പിരിഡിൻ. ഇതിലേറ്റവും ബേസിക് ആയിട്ടുള്ളത് 4-മീഥൈൽ പിരിഡിൻ ആയിരിക്കും. പിന്നെ പിരിഡിൻ ആയിരിക്കും ഏറ്റവും ബേസിറ്റി കുറവുള്ളത് 4-നൈട്രോ പിരിഡിൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടൻറ്റ് എഴുതിയാൽ നിങ്ങൾക്ക് അത് ഒരു അറൗണ്ട് 1 പേജോളം എത്തിക്കാൻ പറ്റും, ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്. സോ ആ രീതിയിൽ നമുക്ക് ആൻസറിൻ്റെ ബൾക്ക്നെസ് ഇൻക്രീസ് ചെയ്യാം.